ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വ്ളോഗ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ. അതിൽ ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ആരും ഉണ്ടായിട്ടാ, ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വെറുതെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത്രയും വ്യൂസൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ വ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസും അതുപോലെ തന്നെ കമൻസെല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ടൈപ്പ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്നൊരു ചൊവ്വാഴ്ചയാണ്, ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടായിനി. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5:30 ആ ഒരു സമയം ആകുമ്പോഴേക്കും ഞാൻ ഉറക്കം ഞെട്ടിയിട്ടുണ്ടായിനി. ആ ഒരു സമയത്തിൽ ഉറക്കം ഞെട്ടിയാലേ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കും. അങ്ങനെ ഞാൻ വേഗം എണീച്ച് കുളിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണ് ഏറ്റവും ഫസ്റ്റ് എണീച്ചിട്ടുണ്ടായത്. അങ്ങനെ എണീച്ച് ഞാൻ കുറച്ചു നേരം ഹാളിൽ വന്നിരുന്നു. ഹാളിലാണെങ്കിൽ ഭയങ്കര നമ്മളിവിടെ ഭയങ്കര കൊതുവാണ്. കൊതുക് തിരിയൊന്നും ഇല്ലാണ്ട് ഒട്ടും സെറ്റാവില്ല. കുറച്ചു നേരം കൊതുവിൻ്റെ കടിയും കൊണ്ടിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. ഇന്നാണെങ്കിൽ മഴ ഉണ്ടായിട്ടാ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. ഇന്നലെ പെയ്ത മഴയിൽ അതാ അപ്പുറം അത്ര പോലെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മഴയും കൂടി പെയ്താൽ ഇപ്പുറം ഫുള്ള് വെള്ളം കെട്ടി കിടക്കും. അതുപോലെ തന്നെ അപ്പുറം കണ്ടത്തിലും നല്ലപോലെ ഇപ്പോൾ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ മുറ്റടിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി വിളക്ക് കത്തിച്ചു. ഇന്നലെ അമ്മമ്മ പൂജാമുറിയിൽ വെച്ച ചെമ്പരത്തി പൂവെല്ലാം ഇന്നേക്ക് നല്ലോണം വാടിയിട്ടുണ്ടായിനി. അങ്ങനെ ആ ചെമ്പരത്തി പൂവെല്ലാം ഞാൻ എടുത്ത് നേരെ പുറത്ത് കളഞ്ഞു. രാവിലെ അധികം എന്തെങ്കിലും ആയിട്ടൊരു പൂവ് വെക്കലുണ്ട്. എനിക്കാണെങ്കിൽ ഈ ചളിയിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇപ്പം അപ്പുറം ചെറുതായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കുളിച്ചതിന് ശേഷം ചെമ്പരത്തി പറിക്കാൻ പോകാൻ ഭയങ്കര മടിയാണ്. അമ്മമ്മയാണെങ്കിൽ ഇപ്പം അതെല്ലാം പറിച്ച് പടിഞ്ഞാറ്റിൽ വെക്കും. വേണം. അപ്പം അച്ഛൻ ആ കട്ടൻ ചായ ഒറ്റക്ക് തന്നെ വെക്കും. അതുപോലെ തന്നെ അടുക്കള പണിയിലായാലും അച്ഛൻ അമ്മമ്മേനെ നല്ല പോലെ സഹായിക്കും. ഈ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അച്ഛൻ തന്നെ കട്ട് ചെയ്തു.
അങ്ങനെ ഞാൻ നേരെ പോയി ചായ കുടിച്ചു. ഇന്നലത്തെ മീൻകറി കൂടി ഉണ്ടായിനി. എനിക്കാണെങ്കിൽ ദോശക്ക് മീൻകറിയാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്നലത്തെ നത്തൾ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെ നത്തൾ എന്നാ പറയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയില്ലെന്ന് അറിയില്ല. പയറുകറി ഞാൻ വെറുതെ എടുത്തുന്നേ ഇല്ലൂ, ഞാൻ എന്തായാലും ഇത് കഴിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചായയെല്ലാം കുടിച്ച് അമ്മമ്മയാണെങ്കിൽ അടുക്കളയുടെ ബാക്ക് വശത്തുനിന്ന് പണിയെടുക്കുന്നുണ്ടായിന്. അങ്ങനെ കുറച്ചു നേരം ഞാൻ അമ്മമ്മയുടെ ഒക്കെ പോയിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞു. അമ്മമ്മക്കാണെങ്കിൽ ഏത് നേരം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. എവിടുന്നാന്ന് ഇത്രയും കാട്ടാൻ വരുന്നത് എനിക്കറിയില്ല. എല്ലാ ഭാഗവും ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഈ പൂച്ചയുടെ മുഖം കാണുമ്പോഴും അവതാറിന്റെ മുഖം പോലെ ഇല്ലേ, എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. കാണുമ്പോഴും ഒരു അവതാറിന്റെ കെട്ട് പോലെയുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഞാൻ കുഞ്ഞാവനോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഞാൻ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ, അതായത് അച്ഛൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോർട്സിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി, ഏച്ചി വീട് വെക്കുന്നുണ്ടോ എന്നുള്ളത്. നിലവിൽ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും ഇല്ല. ഇപ്പം എൻ്റെ ഈ ഒരു വീട് തന്നെ കുറേയായി, ഇത് പുതുക്കിയിട്ടുമില്ല. അന്ന് ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വീട് കെട്ടിയിട്ടുണ്ടായത്. അതിനുശേഷം വീട് പുതുക്കിയിട്ടോ പെയിൻ്റ് അടിച്ചിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പുതുക്കണം എന്നുള്ളൊരു ആഗ്രഹമെല്ലാം മനസ്സിലുണ്ട്. അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതായാലും മഴയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കുക. കുറേ ആയി. ഒന്നാമത് നമ്മൾ വീടിൻ്റെ പണിക്ക് തന്നെ കുറേ മിസ്റ്റേക്ക് വന്നിന്, തേപ്പിനെല്ലാം നല്ല മിസ്റ്റേക്ക് വന്നിന്. അപ്പം മഴയെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം നേരെയാക്കണം എന്നെല്ലാം ഇങ്ങനെ ഉണ്ട്. അമ്മമാരൊരു ഫ്രണ്ട് കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നിട്ടുണ്ടായിനി ഉച്ചക്കേക്ക് വറവാക്കാൻ വേണ്ടി. അങ്ങനെ മുരിങ്ങയിലെല്ലാം ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. ഇന്നലെ രാത്രി ഇട്ടതും ഇന്ന് രാവിലെ ഇട്ടതും. ഞാനാണെങ്കിൽ അതിനിടയിൽ വഴുതി വീഴാനായിട്ടു. ആടെയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. എനിക്ക് മാത്രമേ ഈ ശ്രദ്ധയില്ലാണ്ടില്ലൂ. ഞാൻ എവിടെയോ ആലോചിച്ചിട്ടായിരിക്കും നടക്കുന്നത്. ചില സമയത്ത് എന്തെങ്കിലും സ്റ്റെപ്പ് ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത്. മുന്നേ ഇതുപോലെ ഞാൻ ഇവിടെ നല്ല പോലെ വഴുതി വീണിട്ട് എൻ്റെ കാലിൻ്റെ നഖത്തിന് ചെറുതായിട്ട് വേദന പറ്റിയിട്ടുണ്ടായിനി. ആ വേദന എനിക്ക് കുറേ ഉണ്ടായിന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ലാന്ന് ആ വേദന കുറഞ്ഞത്. ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഞാൻ ഇന്നലെ ഇട്ടതാണ്. ഞാൻ എല്ലാ ഡ്രസ്സും പുതിർത്തുന്നതിനിടയിൽ ഇതുപോലത്തെ നല്ല ഡ്രസ്സൊന്നും ഇടയില്ല. ചില സമയത്ത് അതിൻ്റെ കളർ ഇളകിയിട്ട് അതിൽ തന്നെ വൃത്തിയാടായി പോകും. വേറെ ഡ്രസ്സിൻ്റെ കളറെല്ലാം ചിലപ്പോൾ ഇതിന് പറ്റിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ പുതിർത്തി ഇടയില്ല. കുറേ പേര് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് കിടന്നാന്ന് ഡ്രസ്സ് എടുത്തതെന്ന് ചോദിക്കലുണ്ട്. കുറേ ആൾക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിനി. ഇത് ഞാൻ മുന്നേ സുഡിയോന്ന് എടുത്തതാണ്. ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഡ്രസ്സ് കാണാൻ നല്ല അടിപൊളിയാണ്, പക്ഷെ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഒട്ടുമില്ല. ഒരാള് പനിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ തൊട്ടപ്പോൾ പനിയൊന്നും ഉണ്ടായിട്ടാ. പനി ഇന്നലെ ഉണ്ടായിന്, തൊണ്ടവേദന ഉണ്ട് മണിയെന്നല്ലാന്ന് പറയുന്നത്. കുറച്ച് ഡ്രസ്സ് ടെറസിന്റെ മുകളിൽ ആറിയിട്ടു. അപ്പൊ ഈ കണ്ടത്തിലെ വെള്ളം കണ്ടാട് അലേ പറയുന്നത് മണി നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പോയാലോ എന്ന്. ഒന്നാമതേ സ്കൂളിൽ ലീവാക്കിയത് പനിയായിട്ടാണോലും. ഇനി എങ്ങനെയാണോള് കണ്ടത്ത് പോയിട്ട് വെള്ളത്തിൽ കളിക്കല്? കുറേ നേരമായി എന്നോട് പറഞ്ഞുകൊടുക്കുന്നത് വാ മണി നമുക്ക് കണ്ടത്ത് പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കാന്ന്. ഈ പനിയും വെച്ചിട്ട് ഓളെയും കൊണ്ട് കണ്ടത്തിലേക്ക് പോയിനെങ്കിൽ ഓളെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഓള് പറഞ്ഞത് മൈൻഡാക്കിയിട്ടേ ഇല്ല. ഇത് നേരത്തെ അമ്മമാരൊരു ഫ്രണ്ട് കൊണ്ടുവന്നെയാണ് മുരിങ്ങേരല. അപ്പം ഈ മുരിങ്ങേരല ക്ലീൻ ആക്കാൻ വേണ്ടി അമ്മ പറഞ്ഞിട്ടുണ്ടായിനി. ഞാൻ ഇതിനിടയിൽ റീൽസിൽ ഈ മുരിങ്ങേരല നമ്മൾ ഈ ചോറെല്ലാം എടുക്കുന്ന കയ്യിലില്ലേ, ആ കയ്യിൽ വെച്ചിട്ട് മുരിങ്ങേരല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇല വേറെ തന്നെ വേർതിരിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിനി. അപ്പം ഞാൻ അമ്മമാരോട് പറഞ്ഞു, അമ്മ കൈ കൊണ്ട് എടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നേ. പക്ഷെ നല്ലപോലെ ഫ്ലോപ്പായി പോയി. പകുതിയും വലിയ കഷ്ണത്തോടെ പൊട്ടിയാണ് വരുന്നത്. അപ്പം അമ്മയും പറയുന്നുണ്ട് ഇതിനേക്കാളും നല്ലത് കൈ കൊണ്ടാകുന്നതന്നെയാണ്. എന്നിട്ടും ഞാൻ വിട്ടുകൊടുത്തിട്ട് ആദ്യത്തെ ഫ്ലോപ്പായെങ്കിലും രണ്ടാമത്തേലും ഒക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ രണ്ടാമത്തേലും മൂന്നാമത്തേലും അതുപോലെ തന്നെയാണ് ഉണ്ടായത്. ബാക്കി ഭാഗം മുകൾ ഭാഗത്ത് അങ്ങനെ പൊട്ടിക്കടന്നിട്ട് നിൽക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു കൈ കൊണ്ട് തന്നെ ക്ലീനാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ അത് ക്ലീനാക്കി കൊടുത്തു. എൻ്റെ വീട് പോലെ തന്നെ സുഹൃത്താട്ടൻ്റെ വീടും കണ്ടത്തിൻ്റെ നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ സുഹൃത്താട്ടൻ്റെ വീട്ടിലേക്ക് പോകാനേ പറ്റൂല. എൻ്റെ കാൽമുട്ടോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ മഴയുടെ സമയത്തെല്ലാം ഞാൻ സുഹൃത്താട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ഭയങ്കര പേടിയാണ്. ഇതിനേക്കാളും ഡേഞ്ചർ എന്നല്ല, എന്നാലും അത്രയും വെള്ളം ചവിട്ടിയിട്ട് വേണം പോവാൻ. അത്രയും എൻ്റെ കാലിൻ്റെ ചിലപ്പോൾ എൻ്റെ മുട്ടിനും മുകളിലേക്ക് ഉണ്ടാവുന്നതാണെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നടന്ന് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ സമയത്തെല്ലാം ഞാൻ സുഹൃത്താട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനാണ്. കാണാൻ നല്ല രസമാണ്. സുഹൃത്താട്ടൻ്റെ വീട്ടിൽ നിന്നില്ലേ ആ വ്യൂ കാണാൻ നല്ല രസമാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ നല്ല വലിയ കണ്ടം, ഫുള്ള് ചുറ്റും നല്ല വലിയ കണ്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനാണ് ബുദ്ധിമുട്ട്.
ഒടുവിൽ എൻ്റെ ആ കയ്യിൽ വെച്ചിട്ടുള്ള പരീക്ഷണം ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കൈ വെച്ച് തന്നെ ക്ലീൻ ആക്കി കൊടുത്തു. വിചാരിച്ച പോലെയല്ല, കയ്യിൽ വെച്ചിട്ട് ഒട്ടും അത് ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല. എൻ്റെ എല്ലാ വ്ളോഗിലും അച്ഛനും അമ്മമ്മ ഈ ചക്ക കിട്ടുന്നത് കാണാമല്ലേ. ഇവർക്ക് ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക പുഴുക്കാക്കാനായാലും ചക്ക വറവാക്കാനായാലും അതുപോലെ തന്നെ ചക്ക വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല പഴുത്ത വരിക്കച്ചക്കയാണേ. ഞാൻ കുറേ ദിവസം അമ്മമ്മനോട് ചക്ക ചിപ്സ് ആക്കി താന്ന് പറയുന്നത്. അപ്പം ഒരു പഴുത്ത ചക്ക ഉണ്ടായിന്, ഒരു പച്ച ചക്ക ഉണ്ടായിന്. അപ്പം അമ്മമ്മ ഫസ്റ്റ് ചക്ക വരട്ടി ആക്കാന്ന് പറഞ്ഞു. എനിക്ക് കൂടുതലും ഈ ചക്ക ചിപ്സാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പം ഞാൻ അമ്മമ്മനോട് പറഞ്ഞു എനിക്ക് ചക്ക ചിപ്സ് മതി എന്ന് പറഞ്ഞു. അച്ഛൻ ഉച്ചക്കേക്കിലെ ചിക്കൻ മേടിച്ചിട്ട് വരികയെന്ന്. അങ്ങനെ ചക്ക ഏതാ വെട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്ക, നല്ല മധുരം ഉണ്ടായിന്. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പം അമ്മമ്മ ചക്ക ചിപ്സ് ആക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഈ ചക്കേന് ചക്കയപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. ഒരു മീഡിയം സൈസിൽ പഴുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ അച്ഛൻ പച്ച ചക്ക കൂടി കൊത്തി. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം ചക്ക ചിപ്സ് കൂടി ആക്കാൻ വേണ്ടിയിട്ട്. ഈ ചക്കേൻ്റെ ഒരു ഭാഗവും സത്യം പറഞ്ഞാൽ കളയാനില്ല കേട്ടോ. ആകെ ആ ഒരു പുറം ഭാഗം ഒന്നിനും എടുക്കൂല തോന്നുന്നു. ബാക്കി അതിൻ്റെ ആ ഉള്ളിലില്ല എല്ലാം എടുക്കും. അതിൻ്റെ കുരുവരെ എടുക്കും. ആ ഒരു നാരില്ലേ, ആ നാര് വരെ വീട്ടിലെടുക്കലുണ്ട്. അതെന്താണെന്ന് സംഭവം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കാണിച്ചു തരാം. അമ്മമ്മ ആ നാരെടുത്തിട്ട് അത് വറവാക്കും. അപ്പം അത് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കാം. അമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ചിക്കൻ കറി ആക്കിയെന്ന്. വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അച്ഛനും അമ്മമ്മയും ഇതാ ചക്ക ക്ലീൻ ആക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ക്ലീൻ ആക്കുന്നതിൽ നിന്ന് പകുതിയും രണ്ടാളെ വായിലേക്ക് തന്നെ പോകുന്നുണ്ട്. അച്ഛൻ്റെ വായിലായാലും അതാ, അമ്മമ്മയുടെ വായിലായാലും അതാ. രണ്ടാളും ക്ലീൻ ആക്കുന്നതിനിടയിൽ നല്ലപോലെ ചക്ക ഉള്ളിലേക്കും കയറ്റുന്നുണ്ട്. കുറേ നേരമായി എൻ്റെ അടുത്ത് മണിയുവാ വെള്ളത്തിൽ കളിക്കാൻ പോവാ, കണ്ടത്തിൽ പോവാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൈൻഡാക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം ആ പാട്ട് അവിടെ നിർത്തി. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മണി എനിക്ക് വൃത്തിക്ക് മുടിയായിട്ട് എത്താം. ഓൾക്കാണെങ്കിൽ സമയം പോകുന്നില്ല. അപ്പോൾ ഓളപ്പുറം ഞാനിങ്ങനെ എന്തെങ്കിലും ആയിട്ട് കളിക്കണം. ഇവിടെ ആണെങ്കിൽ ടി വിയും ഇല്ല. ടി വി ഇന്നലെ എന്തോ തകരാറായി. അപ്പം അതിന്നിനി ശരിയാക്കണം. അപ്പം ടി വിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് സമയം പോകുന്നേ ഇല്ല. വീട്ടിൽ കുഞ്ഞാവയും കൂടി ഉണ്ട്. കുഞ്ഞാവൻ എന്താ വീഡിയോയിൽ കാണാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓൾക്കാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അതിൻ്റെ നാര് വരെ വറവാക്കാൻ എടുക്കലുണ്ടെന്ന്. അപ്പം അതും കൂടി ആക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും
വേണ്ടി എല്ലാവർക്കും ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷെ അതിലേക്ക് ഒറ്റ വാശി, TV കണ്ടുകൊണ്ട് ചോറ് കഴിക്കണം. ഇപ്പം വൈകുന്നേരം രാത്രിത്തേക്കുള്ള വറവിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ചു നേരം ആവിയിൽ പറഞ്ഞത് ഇന്ന് എൻ്റെ വീട്ടിൽ ഫുള്ള് ഇന്ന് ഫുള്ള് ചക്ക മാത്രമേ ഇല്ലൂ എൻ്റെ വീട്ടിൽ. അതായത് ചക്ക വറവ്, ചക്ക ചിപ്സ്, ചക്ക പുഴുക്ക്. അന്ന് ആ മാങ്ങ ഉണ്ടായ സമയത്ത് ഒരേ മാങ്ങ, ഇപ്പം ഇതാ ചക്കയായ സമയത്ത് ഒരേ ചക്ക. ഇനിയിപ്പം ഒരു 1-2 മാസം കൂടി നമുക്കിനി ചക്ക കിട്ടൂലും. അത് കഴിഞ്ഞാൽ പിന്നെ ചക്ക ഇപ്പോഴേ ഇല്ല, ഇനി അടുത്ത വർഷമാവണം. നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ട്. മഴ ഇപ്പം പെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് ഉണ്ടായത്. എനിക്ക് എപ്പം വൈകുന്നേരത്തെ ഈ ഒരു സമയമാകുമ്പം ഭയങ്കരമായിട്ട് ഉറക്കം വരും. എന്തേന്നറിയില്ല. പക്ഷെ ഞാൻ ഉറങ്ങലില്ല. ഈ ഒരു സമയത്ത് ഉറങ്ങിയാൽ വണ്ണം വെക്കുമെന്ന് പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറങ്ങലില്ല. ഇപ്പം എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. നല്ല തണുപ്പും ഈ ഒരു സമയമായിട്ടും തണുപ്പ് മാറിയിട്ടേ ഇല്ല. ചക്കക്ക് ചെറുതായിട്ട് മധുരം പറ്റിയിട്ടുണ്ടായിനി. അതുകൊണ്ട് പച്ചക്ക കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇനിയിപ്പോൾ നേരെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ ചക്ക ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നേരെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനിടയിലാണ് ഞാനിതാ ഈ ഒരു സാധനം കണ്ടത്. ഇത് നമ്മൾ പണ്ട് സ്ലൈറ്റ് മായ്ക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ണിലാക്കിയാൽ നല്ല തണുപ്പാണ്. പണ്ട് മുതലേ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലാക്കും. നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഇത് ആക്കിയിട്ടില്ലവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ആ ഒരു മഴയത്ത് കണ്ടത്തിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ് പെയ്തിട്ടുണ്ടായത്. കണ്ടം നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിന് കേട്ടാ. നല്ല മഴയാണ് പെയ്തിട്ടുണ്ടായത്. എനക്കാണെങ്കിൽ ഈ ഒരു മഴയും ഇതുപോലെ വെള്ളമെല്ലാം കാണുമ്പം ഇതിലേക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇതിനിടയിൽ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും അമ്മയും അച്ഛൻ എന്നെ വിട്ടിട്ട്. അച്ഛൻ പറഞ്ഞു അത് താളൻ്റെ ഇലയാന്ന്, അത് ചിലപ്പോൾ കാലിന് കൊണ്ടാൽ ചൊറിയും എന്നെല്ലാം പറഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങാൻ വിട്ടിട്ടുണ്ടായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അലേഖയാണെങ്കിൽ ഒരു വൈകുന്നേരം ആയപ്പോൾ ഇതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓള് വരുമ്പോൾ ആയാലും ആ വെള്ളം ചവിട്ടിയിട്ട് തന്നെ വരണം. അപ്പുറം ഇതിനേക്കാളും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് നല്ലോണം ഉണ്ട് വെള്ളം. അതിനിടയിൽ അലേഖൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, മണി ഇങ്ങോട്ടേക്ക് വാ, ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും വീടിന്റെ മുറ്റത്ത് തന്നെ ഓൾക്കൊരു നെയ്ച്ചങ്ങ കിട്ടിയിട്ടുണ്ടായി. ഇനിയിപ്പം നെയ്ച്ചങ്ങ കുറേ കാണാം. നെയ്ച്ചങ്ങ മാത്രമല്ല, ആമയും നല്ല കുഞ്ഞു കുഞ്ഞു ആമയും അതുപോലെ തന്നെ കുഞ്ഞു മീനും എല്ലാം വരും. ഇതെല്ലാം വരുന്നത് അലേഖര വീടിന്റെ അപ്പുറം ഒരു വലിയ വെള്ളമുണ്ട്, അതിൽ നിന്നാണ് വരുന്നത്. അവിടെ കുറേ ആമയെല്ലാം ഉണ്ട്. അപ്പം ആ ആമയെല്ലാം ഇങ്ങോട്ടേക്ക് കയറി കയറി വരും മഴയത്ത്. ഒരു വൈകുന്നേരം ആയപ്പം ആമിയേച്ചി വന്നിട്ടുണ്ടായിനി. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നു. അതിനിടയിലാണ് നീ ഒരു മുട്ടാമ്പിളി കണ്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല, എല്ലാം പച്ചയാണ്. ചെറുതായിട്ട് മഴ പാറുന്നുണ്ടായിനി, എന്നാലും മഴ വന്നാലും നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നു. ഗ്രൗണ്ടിലാണെങ്കിൽ കളി ഉണ്ടായിനി. ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ അതിനുള്ളിൽ ഫുൾ ആളാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ചേരം ആടെ ഇരുന്ന് കളിയും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടുണ്ടായിട്ടാ. നമ്മൾ വീട്ടിലേക്ക് എത്താനാകുമ്പം ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിനി. നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് മഴ പെയ്തിട്ടാ. അച്ഛനാണെങ്കിൽ വണ്ടി ചെറുതായിട്ടൊരു പണി കിട്ടിയോണ്ട് തന്നെ സൈക്കിൾ എടുത്തിട്ടാണ് കടയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചേരം ആടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിനി. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. നമ്മൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു. വൈകുന്നേരം ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു സന്ധ്യ ആകുമ്പോഴേക്കും ചെറുതായിട്ട് വിശപ്പ് വന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ചായ അടിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചോക്കോസ് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആയിരിക്കും എൻ്റെ വീട്ടിൽ വേറെ ആയിരിക്കും ചോക്കോസ് അത്ര ഇഷ്ടമല്ല. ഞാൻ കുഞ്ഞാക്കും അമ്മയച്ചിക്കും കൊടുത്ത സമയത്ത്
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.